മെൻ്റൽ ഇൽനെസ്സിൻ്റെ കാര്യത്തിലെടുക്കുക, നമ്മളിപ്പോൾ എനിക്കൊരു ഇൽനെസ് വരാൻ സാധ്യത ഒരു 30 വയസ്സിലാണെന്നിരിക്കട്ടെ. ജനറ്റിക്കലി എനിക്കതിന് പ്രോബബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ വളരെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് ഡ്രഗ് അബ്യൂസ് മറ്റ് കാര്യങ്ങൾ ഇതായി കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ, ഈ രോഗം തന്നെ എനിക്ക് കുറച്ചുകൂടെ പ്രിഡേറ്റ് ചെയ്ത് കിട്ടും. കുറച്ചുകൂടെ നേരത്തെ വരാം, കൂടുതൽ തീവ്രമായും വരാം. ഒന്നാമത്തെ കാര്യം മെൻ്റൽ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് പൊതുവെ ക്രൈസിസിനെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയായിരിക്കും നമ്മൾ മെൻ്റൽ സ്ട്രെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ സൂയിസൈഡിൻ്റെ കാര്യത്തിൽ മിക്കവാറും സന്ദർഭങ്ങളിൽ അതൊരു സിക്നെസ്സിൻ്റെ, ഒരു ഇൽനെസ്സിൻ്റെ, ഒരു പത്തോളജിയുടെ റിസൾട്ടായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഈ കുട്ടിയെ ഇവർ പാരൻസ് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ദേഹം മൊത്തം കൊണ്ടുവരുമ്പോൾ മൊത്തം ഈ ചൂരൽ വെച്ച് അടിച്ച തണുത്ത പാടുകൾ അത് ഇൻഫ്ലെയിംഡ് ആയിട്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് ആദ്യം കൊടുത്തു തുടങ്ങേണ്ടുന്ന സ്ഥിതിയായിരുന്നു. മസിലൊക്കെ പൊട്ടി ക്രിയാറ്റിൻ കൈനേസൊക്കെ കൂടുന്ന തരത്തിൽ, അതായത് കിഡ്നി ഇഞ്ചുറിയൊക്കെ വരാനുള്ള സാധ്യത, ഇതിലേക്ക് വരാനുള്ള അത്രയും കൊടിയ മർദ്ദനം ആ കുട്ടിക്ക് ഇതായിട്ടുണ്ട്. സാധാരണ നമുക്കെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നന്നായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്നു, പ്രസൻറ്റബിളായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടതാണ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ഇത് ഒക്കെ തന്നെയാണ് നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത്. നാർസിസം അങ്ങനെയല്ല. നാർസിസം എനിക്ക് എന്നോട് ഭയങ്കരമായ സ്നേഹവും ആരാധനയാണ്. ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി. മറ്റുള്ളവരൊക്കെ അതായത് ഞാൻ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റുള്ളവർ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാണ് അവരുടെ ഇത് പോവുക. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു സമൂഹം ആരോഗ്യമുള്ളതാകുന്നത്. ശാരീരിക ആരോഗ്യ പരിരക്ഷയിൽ നമ്മുടെ കേരളം ഏറെ മുന്നിലാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ നിലയിൽ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നാം മുന്നോട്ട് പോയിട്ടുണ്ടോ? നമ്മുടെ പുതുതലമുറയെ സംബന്ധിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രധാന വെല്ലുവിളിയാണ്. എന്താണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പ്രധാന കാരണങ്ങൾ? ഇക്കാര്യങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? സർക്കാർ തലത്തിൽ എന്തൊക്കെ നയങ്ങളാണ് സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രസിദ്ധ സൈക്യാട്രിസ്റ്റും PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസറുമായ ഡോക്ടർ വിനു പ്രസാദ് നമ്മോടൊപ്പം ഇന്ന് നെക്സ്റ്റ് ഇൻ കേരള ഡയലോഗ്സിൽ ചേരുന്നു. സ്വാഗതം സർ നെക്സ്റ്റ് ഇൻ കേരള ഡയലോഗ്സിലേക്ക്. ഒരുപാട് സന്തോഷം ഇന്ന് നമ്മുടെ ഡയലോഗ്സിൽ അതിഥിയായി വന്നതിൽ. അപ്പം നമ്മൾ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്യാട്രിസ്റ്റ് ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാണെന്നൊക്കെ. അപ്പം മാനസികാരോഗ്യ ചികിത്സ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നുമ്പം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണോ പോകേണ്ടത്, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്താണോ പോകേണ്ടത് എന്നുള്ളത്, അതിനൊരു കൃത്യമായൊരു ഡെഫിനേഷൻ പറയാമോ? ആദ്യം നമ്മൾ എവിടെയാണ് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി പറയാം. എവിടെയാണെങ്കിലും പോകുക എന്നുള്ളതാണ്. നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ട്രീറ്റ്മെൻറ്റ് കിട്ടും. അത് റെഫറൽ കൂടിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും. നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കാണുക എന്നുള്ളതാണ്. വ്യത്യാസം എന്ന് പറയുന്നത് സൈക്യാട്രിസ്റ്റ് മെഡിക്കൽ ഡോക്ടറാണ്, MBBS MD അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. സൈക്കോളജിസ്റ്റ് വേറെ ഇതിലാണ് BSc MSc അല്ലെങ്കിൽ BA MA സൈക്കോളജി. അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhilഉം കൂടി ഉണ്ടാകുമ്പോഴാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും മാത്രമല്ല മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ളതാണ്. സൈക്യാട്രിക് സോഷ്യൽ വർക്കർ MSW സൈക്യാട്രിക് സോഷ്യൽ വർക്കിലെടുത്തിട്ട് MPhil ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എടുത്തു കഴിഞ്ഞാൽ അവർക്കും തെറാപ്പികളൊക്കെ ചെയ്യാനും പറ്റും. സ്ക്രീൻ ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാനും ഇതിനൊക്കെയുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്തതാണ് MSc സൈക്യാട്രിക് നഴ്സിംഗ്. അവരും തെറാപ്പി ചെയ്യാറുണ്ട്. ഏർലി ഡയഗ്നോസിസും മറ്റു കാര്യങ്ങളൊക്കെ അവർക്കും സാധിക്കുന്നതാണ്. അപ്പോൾ ആരെ കാണുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ സൈക്കോളജിസ്റ്റിന് ആണ് ഇക്കാര്യത്തിൽ കൺഫ്യൂഷൻ വരിക. ഇപ്പോൾ സൈക്കോളജിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ PhD വരെയുള്ള കോഴ്സുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഏതെടുത്തിട്ടും ആളുകൾ പലപ്പോഴും സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് നമുക്കറിയാനായിട്ട് ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് വളരെ വേഗമാണ്. ഇപ്പോൾ അതിൽ ആത്മവിശ്വാസമുള്ള ആൾക്കാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത് പലതരത്തിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകളിൽ കൂടെ അല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ
ആൾക്കാർ വഴിതെറ്റി പോകാനും ഓക്കെ. അതെ. കൃത്യമായ ചികിത്സ കിട്ടാതെ വഴിതെറ്റി പോകാനും സാധ്യതയുണ്ട്. അതിപ്പോൾ നമുക്ക് കുറേയൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ആയിട്ട് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് നമ്മളിപ്പം പലതും ചാറ്റ് ജി പി ടിയോട് പോലും ഐ എം ഫീലിംഗ് ലോ എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്തപ്പം ചാറ്റ് ജി പി ടിയുടെ റീസെൻ്റ് ആയിട്ടൊരു ഡാറ്റയിൽ അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതായത് മെൻ്റൽ ഹെൽത്ത് മീൻസ് സപ്പോർട്ട് സീക്ക് ചെയ്യുന്ന ഒത്തിരി പേര് ഐ മീൻ ഇത്തരത്തിലേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസിങ് സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് പറയുമ്പോൾ നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റുകളെ പറ്റിയിട്ട്, അതായത് ഈ പ്രോബ്ലംസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഡോക്ടർ ഒരു പെർസ്പെക്റ്റീവിൽ എത്രമാത്രം ബയോളജിക്കലാണ് അല്ലെങ്കിൽ എത്രമാത്രം സോഷ്യോളജിക്കലാണ് ഇന്ന് കാണുന്ന ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുന്നത്? മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിന് ബയോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്, സോഷ്യോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. അത് സാധാരണ ഏതൊരു അസുഖത്തിനെയും പോലെ എല്ലാ അസുഖങ്ങൾക്കും ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡയബറ്റീസിനുള്ള സാധ്യത, നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന അനാലജി ഡയബറ്റീസിനുള്ള, ഇപ്പോൾ ജെനറ്റിക്സ് പ്രകാരം എനിക്ക് ഒരു 40 വയസ്സിലാണ് ഡയബറ്റീസ് വരേണ്ടത് എന്നിരിക്കട്ടെ. ഞാൻ 40 വയസ്സിൽ സാധാരണഗതിയിൽ ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ 40 വയസ്സിൽ വന്നോളണമെന്നില്ല, അത് കുറച്ചും കൂടെ കടന്ന് ഒരു 45-50 വരെ എത്തിക്കാൻ പറ്റി. ഞാൻ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്, ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, സെഡൻറ്ററിയാണ്, അങ്ങനെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 40 വരെ എത്തണമെന്നില്ല, 35-30 തന്നെ വരാം. അപ്പോൾ അത് ബയോളജിക്കലും സോഷ്യോളജിക്കലും എന്ന് വെച്ച് പറയാം. മെൻ്റൽ ഇൽനെസ്സിൻ്റെ കാര്യത്തിലെടുക്കുക, നമ്മളിപ്പോൾ എനിക്കൊരു ഇൽനെസ് വരാൻ സാധ്യത ഒരു 30 വയസ്സിലാണെന്നിരിക്കട്ടെ. ജനറ്റിക്കലി എനിക്കതിന് പ്രോബബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വളരെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് ഡ്രഗ് അബ്യൂസും മറ്റ് കാര്യങ്ങളും ഇതായി കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ, ഈ രോഗം തന്നെ എനിക്ക് കുറച്ചുകൂടെ പ്രിഡേറ്റ് ചെയ്ത് കിട്ടും, കുറച്ചുകൂടെ നേരത്തെ വരാം, കൂടുതൽ തീവ്രമായും വരാം. അതേസമയത്ത് ഞാൻ കുറച്ചുകൂടെ ഒരു വലിയ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഇതാണ്, എൻ്റെ പേഴ്സണാലിറ്റി കുറച്ചും കൂടെ ഇതായിട്ടാണ്, ജനറ്റിക് ഇതിനേക്കാളും പേഴ്സണാലിറ്റി കുറച്ചും കൂടെ അതിന് ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പക്ഷേ ചില സംഗതികൾ, ഇപ്പോൾ തീവ്രമായ മാനസിക ബുദ്ധിമുട്ടുകൾ, ബയോളജിക്കൽ ഇത് അതിൻ്റെ ഭാഗം അത്രയും സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി സ്ട്രെസ് തന്നെ മതി അത് വരാനായിട്ട്. ഇപ്പോൾ ഞാൻ സ്കിസോഫ്രീനിയ വരാൻ സാധ്യതയുള്ള ഒരാളാണ്. എനിക്ക് പ്രത്യേകിച്ച് പ്രിസിപ്പിറ്റേറ്റിംഗ് ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അത് ആ സമയമാകുമ്പോഴത്തേക്കും തീർച്ചയായും വന്നു പോകും. ഈ ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നുണ്ട്, മറ്റ് പല ജനറ്റിക് അസുഖങ്ങളുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്താലും തടയാൻ പറ്റില്ല, അത് വന്നു പോവുക. അത് നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് കുടുംബങ്ങളാണ് എന്നുള്ളൊരു തരത്തിൽ നമ്മൾ നോക്കുമ്പം എപ്പോഴും ഒരു ലാർജർ സെൻസിൽ, ഇപ്പം നമ്മളൊക്കെ, ഞാൻ വളരെ ഒരു ലെമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണമെങ്കിൽ നമ്മളൊക്കെ ഒരു സൈക്കോ സിനിമകൾ എന്നൊക്കെ പറയുന്നൊരു ഐഡിയ ഉണ്ട്. നമ്മൾ സിനിമകളിൽ സൈക്കോകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എല്ലാ സൈക്കോ മൂവീസിനും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാറുണ്ട്. അപ്പം ഇപ്പം എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ഈ സൈക്കോകൾ നമുക്ക് അവസാനം പാവം തോന്നുന്നൊരു സിറ്റുവേഷൻ, ഈ വ്യക്തി ഇങ്ങനെ ആയി എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നതായിരിക്കുമല്ലോ ഡോക്ടർ ഇപ്പം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന പല സാഹചര്യങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാർ അത് പല രീതിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ ഇപ്പോൾ ഈ കുടുംബ വ്യവസ്ഥകൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് കൂട്ടുകുടുംബം, അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരുപാട് മനുഷ്യരുടെ ഇടയിലൊക്കെ വളർന്ന കോണ്ടെക്സിൽ നിന്നും ആൾക്കാർ കുറച്ചും കൂടെ ഒരു ഐസൊലേറ്റഡ്, ന്യൂക്ലിയർ, അങ്ങനെ ഒരു സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ജീവിത രീതിയിലാണ് കൂടുതലും ഇന്ന് കുട്ടികളൊക്കെ നർച്ചർ ചെയ്യപ്പെടുന്നതൊക്കെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പം വരുന്ന കേസുകളിൽ അതിൻ്റെ ഒരു കണക്ഷൻ എന്തായിരിക്കും? നമുക്കിത് 2 ഭാഗമായിട്ട് കാണാം. ഇതിൽ ആദ്യം പറഞ്ഞത് കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നുള്ളതാണ്. അത് നമ്മൾ ഈ ലിറ്ററേച്ചറിലും സിനിമയിലും കാണുന്ന അത്രത്തോളം ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വ്യക്തിത്വ രൂപീകരണത്തിന് കുട്ടിക്കാലം വളരെ പ്രധാനമാണ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ആളെ നർച്ചർ ചെയ്യുന്നത്, നേച്ചർ വേഴ്സസ് നർച്ചർ എന്നാണ് പറയുക, പേഴ്സണാലിറ്റി, അതായത് നേച്ചർ ബൈ നേച്ചർ ആൻഡ് നർച്ചർ. അപ്പോൾ ഒരാളെ ഈ പരിപോഷിപ്പിക്കുന്നതിനനുസരിച്ച് അയാളുടെ വ്യക്തിത്വത്തിന് ഇതാകും. തീർച്ചയായിട്ടും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് അതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷേ അത്രത്തോളം ഇല്ല നമ്മൾ ഈ കാണിക്കുന്ന പോലെ. എല്ലാ അസുഖങ്ങൾക്കും കാരണം കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളാണെന്നുള്ള നിലയ്ക്കാണല്ലോ പലപ്പോഴും നമ്മളൊരു ക്യാരക്ടറിനെ ഇതായിട്ട് കാണിക്കുക.
അത് അതിൽ ആ കാണിക്കുന്ന ക്യാരക്ടറിന് ഒരു പക്ഷേ പ്രധാനമായിരിക്കും, അതിനായിരിക്കുമല്ലോ ഇതിന് വാല്യൂ ഉണ്ടാവുക. പക്ഷേ അതിൽ അത്രത്തോളം മെൻ്റൽ ഇൽനെസ്സിൻ്റെ ആസ്പെക്റ്റിൽ അത്ര പ്രധാനമായിക്കൊള്ളണമെന്നില്ല, പ്രധാനമായിട്ടുള്ള കേസുകളും ഉണ്ടാവാം. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മാറി വരുന്ന ഫാമിലി സ്ട്രക്ചർ, അതായത് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയില്ല, ന്യൂക്ലിയർ ഫാമിലിയാണ്. അത് പക്ഷേ ഒരു ജനറേഷൻ മുമ്പ് തന്നെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറയും, ഇപ്പോൾ അധികം സിംഗിൾ ചൈൽഡ് ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. അതിലും ഈ ഈ കുട്ടി എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ആ കുട്ടിയെ പോലെ അയാളെ മാത്രമേ കാണുന്നുള്ളൂ. ആ പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് എന്നെ നോക്കുകയാണ്, ഫാമിലിയിലെ എല്ലാ ആൾക്കാരും എന്നെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി അവർ വില്ലിങ് ആണ് എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ സ്കൂളിൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ജെൻഡർ വലിയൊരു കാര്യമാണ്. അതായത് ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയോ മാത്രമാണുള്ളത്. ഈ കുട്ടിയെ ചേർക്കുന്നത് ഗേൾസ് സ്കൂൾ അല്ലെങ്കിൽ ബോയ്സ് സ്കൂളാണെന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത്തരത്തിലുള്ള സ്കൂളിംഗ് ഉണ്ട്. ഇത് ഞാൻ പേഴ്സണലി അഭിമുഖീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ പറയാണ്. അപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ സിംഗിൾ ചൈൽഡിനെ നമ്മളൊരു സ്കൂളിൽ ചേർക്കുമ്പോൾ അത് മിക്സഡ് സ്കൂൾ അല്ലാന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ജെൻഡറിനെ അവരുടെ ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നേ ഇല്ല. ഒരു വൈകുന്നേരം അതൊരു ഏലിയൻ ആളുകളാണ് എന്നുള്ള നിലയ്ക്ക് ഒരു എക്സ്പോഷർ ഉണ്ടാവുന്നില്ല. അത് ബിഹേവിയറലി ഡെഫിനറ്റ്ലി നമ്മൾ ആരുടെ കൂടെ ഇടപഴകുന്നു, ആരിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഫോർമേഷനുമായിട്ടുള്ള ഒരു ലൈൻഡാണ്. അപ്പോൾ ഇതിപ്പം ഒരു പുതിയ തലമുറ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 1 ജനറേഷൻ ബാക്കിന് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ഈ സെറ്റപ്പിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ ഈ ജെൻസി, ആൽഫ, ബീറ്റ എന്നൊക്കെ പറഞ്ഞ് പല ക്ലാസിഫിക്കേഷൻസ് ഇപ്പം നമ്മൾ പറയുകയും അത് ബിഹേവിയറിൽ നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പുതിയ ടേമുകളുണ്ട്. ഇപ്പം ഫോമോ, ജോമോ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഫോമോ ആണെങ്കിൽ ചില ആൾക്കാർക്ക് ജോമോ ആണ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഇപ്പം എൻ്റെ ഒരു വൈഡർ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്, ഒരു തരത്തിലുള്ള ഈ ന്യൂറോകെമിക്കൽ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത വ്യക്തികളിൽ ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റൻസിൻ്റെ ഒരു ഇതും, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്നൊരു ഇൻ്റർനെറ്റ് ജങ്ക് കാലഘട്ടത്തിൽ ജീവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള തരത്തിലേക്കുള്ള ഈ ഫോമോ ജോമോ കാര്യങ്ങൾ ഡോക്ടറുടെ അടുത്ത് വരാറുണ്ടോ? അല്ലെങ്കിൽ അതിനോട് ഡോക്ടർക്ക് എന്താ തോന്നുന്നത്? അതിൽ ഈ ഭാഷയുടെ കാര്യം, അതായത് ഈ പറഞ്ഞ പല ടേമും നമ്മൾ ട്യൂഷൻ എടുത്ത് പഠിക്കേണ്ട പോലെയാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഭാഷയാണ്, നമുക്കാണ് വയസ്സായിട്ടുള്ളത്. ഇത് അവരുടെ ഇതിലേക്ക് നമുക്ക് മനസ്സിലാവാത്തതാണ്. ഈ പറയുന്ന ഭാഷ അവർക്ക് എളുപ്പം മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവർക്ക് ഇത് വെച്ചിട്ട് തന്നെ അവർ ലോകത്താകമാനം കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പഞ്ചായത്തിലപ്പുറം പറ്റാത്തതാണ്. നമ്മളൊരു കലോത്സവത്തിന് പോകുമ്പോഴാണ് അടുത്ത ഇതിലുള്ള ആൾക്കാരെ കാണുന്നത്. ഇത് ഇപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ, ഒരു കുട്ടി കൊറിയയിലെ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ഇതുണ്ടായി, അവരുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷനിൽ ആ കുട്ടി മരിച്ച സമയത്ത് ഈ കുട്ടിക്ക് ഇവിടെ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കണക്ഷനുകൾ ഉണ്ടാവുന്നത് പലതും, ഇപ്പം ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു ഐസൊലേഷൻ എന്ന് പറയുന്നിടത്ത് ഈ നമ്മളിപ്പോൾ ഈ ഡെലുലു എന്നൊക്കെ പറയുന്നൊരു സംഭവം ഇപ്പം സർവമായിലൊക്കെ കണ്ടിരുന്നു. അതായത് ഒരു ഡെല്യൂഷണൽ വേൾഡ് എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പണ്ട് ആൾക്കാർ ഇത് നോവലുകളും കഥകളും വായിച്ചിട്ട് ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ പറയുന്ന അതിൻ്റെ ഒരു വേറെ എക്സ്റ്റൻഷനിലേക്ക് അത് പോകുന്നു കാലഘട്ടത്തിനനുസരിച്ചുള്ളത്. ചിലപ്പം വെർച്വൽ റിയാലിറ്റി അടക്കം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊക്കെ ഒരു ഡെലുലു വേൾഡ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ലോകം ഓരോ മനുഷ്യനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്പേസിലല്ലേ ഓരോ വ്യക്തികൾ നിൽക്കുന്നത്. അതിനോടുള്ള കോൺട്രഡിക്ഷൻ അല്ലേ ശരിക്കും ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അതായത് ഡെല്യൂഷൻ എന്ന് പറയുന്ന ടേം അത് എല്ലായ്പ്പോഴും പാത്തോളജിക്കൽ എന്നുള്ളതാണ്. ഒരു രോഗത്തോട് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് മിഥ്യാധാരണ, ഡെല്യൂഷൻ എന്ന് പറയാൻ പറ്റൂ. ഈ പറഞ്ഞ സംഗതി ഫാൻറ്റസിയാണ്. ഓരോരുത്തർക്കും ഉള്ളത് ഫാൻറ്റസി ലൈഫാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഇമാജിനറി ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ ഇന്നതൊക്കെ ആവുന്നു, അതിൽ നമുക്ക് എന്തും സാധിക്കും, നമ്മൾ ഒമ്നിപ്പൊട്ടൻ്റ് ആയിട്ട് നമുക്ക് നമ്മളിതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇതൊക്കെ മുഴുവൻ ഫാൻറ്റസീസ് ആണ്. ഫാൻറ്റസീസ് തീർച്ചയായിട്ടും വേണം. ഡെല്യൂഷൻ ഇത് ഫാൻറ്റസി ആയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡെല്യൂഷൻ അസുഖമില്ലാത്ത ഒരാൾക്ക് ഉണ്ടാവില്ല. ഡെല്യൂഷൻ ഉണ്ടെങ്കിൽ ചികിത്സിക്കണം എന്നുള്ളതാണ്. അതായത് അത് ഒന്നും കൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ, ചില ആൾക്കാർ അവരുടേതായ രീതികളിൽ സമാധാനം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അത് ഒരിക്കലും മറ്റുള്ളവരെ ഹാം ചെയ്യാത്ത രീതിയിലാണെങ്കിൽ എന്നുള്ളത്, അത് ചിലപ്പം ഐസൊലേറ്റ് ചെയ്ത് കട്ട് ഓഫ് ചെയ്തിട്ടാവാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് പോലെയൊക്കെയുള്ള ചില ആൾക്കാർ വളരെ പ്രൈവറ്റ് ആയിട്ട്, ചില ആൾക്കാർക്ക് പാർട്ടിയിങ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് വളരെ സോഷ്യലൈസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു സെൻസ് ഓഫ് ഒരു ഡെലുലു അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്.
അത് ഡെല്യൂഷൻ അല്ല. അല്ല. അത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയാണ്, വ്യക്തിത്വമാണ്. ഈ ഉം, ഉം, ഉം. അവനവൻ സന്തോഷം കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എന്താണെങ്കിലും ഉം, അതിൽ ഡിസ്ഫങ്ഷൻ ഇല്ലാത്തിടത്തോളം കാലം, ഉം, ഉം. അതായത് അവനവനോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം കാലം നമ്മൾ അതിൽ ഇടപെടേണ്ടതേയില്ല. അതെ. അതിന് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അതായത് അവനവൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ അവനവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിൽ നമ്മൾ പെരുമാറുന്നു. ഒരാൾ സൂയിസൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക, ഉം, ഉം, ഉം. അത് അയാളുടെ ബോഡിയാണ്, അയാളുടെ ഇതാണെന്ന് പറഞ്ഞാലും അതൊരു എമർജൻസിയാണ്. സൂയിസൈഡ് കണ്ടാൽ തടയണം എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മൾ അതിൽ അയാളുടെ ചോയ്സ് എന്നുള്ളത് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ഒരു ഇതായിട്ട് യൂത്തനേഷ്യ തന്നെ ഉം, ഉം, ഉം. ഇതായിട്ട് എല്ലാ രാജ്യങ്ങളും അനുവദിക്കുന്നില്ലല്ലോ. ഇല്ല. ഓക്കെ. അപ്പം ഈ സൂയിസൈഡിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ വളരെ കൊളോക്കിയലി ഒക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക്, അതായത് മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയ ആൾക്കാരാണ് ആക്ച്വലി സൂയിസൈഡ് ചെയ്യുക. അതൊരു ഐറണിക്കൽ ആണോ എന്നുള്ള ഡോക്ടറുടെ അടുത്ത് എനിക്കത് വ്യക്തമാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് വളരെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആത്മഹത്യ ചെയ്യാൻ പറ്റുള്ളൂ. മെൻ്റലി വീക്കായി, കാരണം അതൊരു പ്രോസസ്സാണല്ലോ. അതായത് സ്വയം ഹാം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് മെൻ്റലി അതായത് അതിനെ അഭിമുഖീകരിക്കാനുള്ള സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് കൂടുതലും ആത്മഹത്യയിലേക്ക്, അതായത് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്കാർ. വീക്കർ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും പറഞ്ഞത് വളരെ കൊളോക്കിയലി പറയുന്ന ഒരു കാര്യമാണ്. അതിനോട് ഡോക്ടറുടെ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അപ്രോച്ച് എന്താണ്, അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, റിയാലിറ്റി എന്താണ്? ഇതിൽ ഒന്നാമത്തെ കാര്യം മെൻ്റൽ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഉം, ഉം. സ്ട്രെങ്ത് എന്ന് പറയുന്നത് പൊതുവെ ക്രൈസിസിനെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയായിരിക്കും നമ്മൾ മെൻ്റൽ സ്ട്രെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ അങ്ങനെ അതെ, ആയിരിക്കുമല്ലോ. അതെ. ആ. പക്ഷേ സൂയിസൈഡിൻ്റെ കാര്യത്തിൽ മിക്കവാറും സന്ദർഭങ്ങളിൽ അതൊരു സിക്നസിൻ്റെ, ഒരു ഇൽനെസ്സിൻ്റെ, ഒരു പത്തോളജിയുടെ റിസൾട്ടായിട്ടാണ് പലപ്പോഴും വരിക. അതെ. എമിൽ ഡർക്കെയിം എന്ന് പറഞ്ഞൊരു ഉം. സോഷ്യോളജിസ്റ്റ്, Sociologist ആണ്. അദ്ദേഹമാണ്, ഉം, ഉം. അപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതെ, അദ്ദേഹം അതെ. വളരെ ഫേമസ് ആണ്. അതെ. അദ്ദേഹമാണ് സൂയിസൈഡിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ഉം, ഉം. ക്ലാസിഫിക്കേഷനൊക്കെ ഉം, ഉം, ആയിട്ടുള്ളത്. ഉം. അതെ. അതിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു സൂയിസൈഡാണ് ആൾട്രുയിസ്റ്റിക് സൂയിസൈഡ്. Altruistic. അപ്പോൾ അത് വേണമെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്താം. ഒരാൾ പ്രത്യേകിച്ച് പൂർണ്ണ ബോധ്യത്തോടെ ഉം, ഉം. മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് മെച്ചമുണ്ടാവും എന്നുള്ള ധാരണയിൽ അത് ചെയ്യുകയാണ്. ഉം, ഉം. അപ്പോൾ അത് പത്തോളജി അല്ല എന്ന് വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഓക്കെ. അങ്ങനെ ചെയ്യുന്ന ഇതുണ്ടല്ലോ, ഈ സൂയിസൈഡ് ബോംബിങ്. പക്ഷെ ഉം. അത് വാർ പത്തോളജി ആണോ നമുക്കറിഞ്ഞൂടാ. ഓക്കെ. അതൊക്കെ ആ ആസ്പെക്റ്റിലിരുന്ന് നോക്കുമ്പോഴാണ് ഉം, ഉം, ഉം. അത് കുറച്ചുകൂടെ സബ്ജക്റ്റീവായ സബ്ജക്റ്റീവാണ്. ഓക്കെ. അതുപോലെ ഡോക്ടർ, നമ്മളിപ്പം ഈ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ നമ്മൾ തമാശയായിട്ട് ഒരുപാട് സിനിമകളിൽ, മണിച്ചിത്രത്താഴിലൊക്കെ നമ്മൾ ആ റെഫറൻസ്, അത് മിണ്ടാതെ പോയി മറ്റേ ഏലസ് കുഴിച്ചിടുന്നു അല്ലെങ്കിൽ ധ്യാനത്തിന് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഊതാൻ പോവും, ഊതി കൊടുക്കുന്ന ഒരാൾ തടവിയാൽ മാറുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഈ മാജിക് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇൻ്റർവെൻഷനുകളിലേക്ക് നമ്മുടെ കൾച്ചറിൽ ഊന്നിയിട്ട് അല്ലെങ്കിൽ റിലിജിയനിൽ ഊന്നിയിട്ടുള്ള ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ന്യൂസിലായാലും അല്ല, അത് പലപ്പോഴും ഈ പറഞ്ഞ നരബലി അടക്കമുള്ള കാര്യങ്ങൾ വളരെ നോർമലി നടക്കുന്നു ഈ ഒരു കാലഘട്ടത്തിലും എന്ന് പറയുന്നത് കുറച്ച് ഷോക്കിംഗ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ളതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം പൊതുവേ അമ്മമാരൊക്കെ വീട്ടിൽ പറയുന്ന പോലെ ഒരിത്തിരി ദൈവഭയം ഉണ്ടെങ്കിൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇത്തരത്തിൽ അങ്ങനെയുള്ള സ്റ്റിഗ്മ ഇപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരം കേസുകളോട് ഡോക്ടറുടെ ഒരു ഒബ്സർവേഷൻ എന്താണ്? ദൈവം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഇമാജിനറി ഫ്രണ്ടിൻ്റെ, നമ്മുടെ ഫാൻറ്റസി വേൾഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പലപ്പോഴും. അത് പലർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നതിൽ പ്രയാസമില്ല. അത് പിന്നെ പക്ഷേ അതിന് വേറെ ഒരുപാട് തലങ്ങളുള്ളതുകൊണ്ടാണല്ലോ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇതായിട്ട് പോകുന്നത്. പക്ഷേ മെൻ്റൽ ഹെൽത്തിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് വിശ്വാസമുള്ള ആളുകളിൽ ഇന്നത് കൂടുതലാണെന്നോ കുറവാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മാജിക് ഓർ റിലീജിയസ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചതിന് കൂട്ടത്തിൽ പറയുകയാണ്, അത് അത് ഈ ചെയ്യുന്ന ആളെ വെച്ചിട്ടാണ് ഇതായിട്ടിരിക്കുന്നത്. ഞാൻ പണ്ടൊരു കുട്ടിയെ, ഒരു സ്കിസോഫ്രീനിയ ഉള്ള കുട്ടിയെ കണ്ടത് ഓർക്കുന്നുണ്ട്. ഒരു 20 വയസ്സ് താഴെയുള്ള കുട്ടിയാണ്. ഈ കുട്ടി ഇതാണ് ഞാൻ ദജ്ജാലാണ് എന്നാണ് പറയുന്നത്. ദജ്ജാൽ ആണ്. അപ്പോൾ അതാണ് ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഇവർ പാരൻസ് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ദേഹം മൊത്തം നമ്മളടുത്ത് കൊണ്ടുവരുമ്പോൾ മൊത്തം ഈ ചൂരൽ വെച്ച് അടിച്ച ആ തണർത്ത പാടുകൾ അത് ഇൻഫ്ലെയിംഡ് ആയിട്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് ആദ്യം കൊടുത്തു തുടങ്ങേണ്ടുന്ന സ്ഥിതിയായിരുന്നു. മസിലൊക്കെ പൊട്ടി ഈ ക്രിയാറ്റിൻ കൈനേസൊക്കെ കൂടുന്ന തരത്തിൽ, അതായത് കിഡ്നി ഇഞ്ചുറി ഒക്കെ വരാനുള്ള
സാധ്യത ഇതിലേക്ക് വരാനുള്ള അത്രയും കൊടിയ മർദ്ദനം ഉം, ആ ഉം, ഉം. കുട്ടിക്ക് ഇതായിട്ടുണ്ട്. പക്ഷെ അതിന് വേറൊരു തലവും കൂടിയുണ്ട്. ഇപ്പോൾ ഉള്ള പല യങ് ആയിട്ടുള്ള ഈ മന്ത്രവാദികളും ഉസ്താദുമാരും അവരൊക്കെ പലപ്പോഴും ഒരു കേസ് അവർക്ക് കുറച്ച് കാലം ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവരത് പ്രോംപ്റ്റായിട്ട് റെഫർ ചെയ്യും. ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി. ഞാൻ പ്രാർത്ഥന ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുകൊണ്ടാണ് പ്രാർത്ഥന കൊണ്ടാണ് മാറിയതെന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? പ്രാർത്ഥന കൊണ്ട് മാറിക്കോട്ടെ. ഓക്കെ. പക്ഷേ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുക എന്നാണ്. പലപ്പോഴും ഇതിൻ്റെ വേറൊരു ഇതെന്ന് പറയുന്നത് എക്സ്പെൻസാണ്. ഈ പല പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് അയാൾ ചെയ്തു. അതും ഈ പറയുന്ന ആളുടെ എത്തിക്സ് പോലെയാണ്. ചെറിയൊരു ഫീസ് വാങ്ങി അവർക്കത് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. ആ സമയത്ത് അയാൾ മനസ്സിലാക്കി റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളൊരു സൊസൈറ്റിക്ക് ഒരു സേവനമല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു കൃത്യമായ ഡയഗ്നോസിൽ എത്താതിരിക്കാനുള്ള സാധ്യതയില്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ? റെഫറൽ വൈകിയാലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഈ മന്ത്രവാദികൾ ഇതെല്ലാം റെഫർ ചെയ്യുമെന്നാണോ ഡോക്ടർ എക്സ്പെക്ട് ചെയ്യുന്നത്? പലരും ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ. പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഡിലേഡ് ആയി പോവാവുന്ന അൺട്രീറ്റഡ് ആയി പോവാവുന്ന പലതും ഇവർ റെഫർ ചെയ്തിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അതിൻ്റെ ഒരു പോസിറ്റീവ് വശമായിട്ടാണ് കാണുന്നത്. പക്ഷേ മറുവശമുണ്ട്. അതായത് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് ഇത് ഞാൻ തന്നെ മാറ്റും എന്ന് വിചാരിച്ച് ഇത് ഇന്നതാണ് എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ അത് വേറെ ഒരു സ്പിരിച്വൽ ഇന്റർവെൻഷൻ കൊണ്ട് ഹീലിംഗ് പോസിബിൾ ആവുമോ? അങ്ങനെ സ്പിരിച്വൽ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളിപ്പോൾ ഈ മേഖലയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനൊരു സംഭവം, അതായത് സ്പിരിച്വൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൻഷൻ നമ്മുടെ ഇതിലില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ചില ഇതിൻ്റെ കൂടെ ഈ ആയുർവേദ മരുന്ന് കഴിക്കാമോ എന്ന് ചോദിക്കും. ആയുർവേദ മരുന്നിൻ്റെ കണ്ടന്റ് നമുക്കറിയില്ല, അതുകൊണ്ട് അറിയില്ല എന്ന് അതിൽ പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരാൾ ഇപ്പം പൊതുവേ ടോക്സിക് ആണെന്ന് പറയപ്പെടുന്ന പല റിലേഷൻഷിപ്സിലും അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഒരാളടുത്ത് മോശമായി ബിഹേവ് ചെയ്യുന്നു, അയാൾ ദേഷ്യം വന്നപ്പോഴാണ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പാച്ചപ്പ് ചെയ്യാൻ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു യൂണിവേഴ്സൽ സ്ട്രാറ്റജിയാണ് പൊതുവെ ദേഷ്യം വന്നപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ അത് ചിലയിടങ്ങളിൽ ചിലപ്പോൾ അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കാം, വെൻ ഇറ്റ് പെർസിസ്റ്റ് എന്നും പറയാറുണ്ട്. സോ ഈ ബൈപ്പോളാർ ഡിസോർഡർ പോലെയുള്ള ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഡിസോർഡറുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പല സിനിമകളിലുമൊക്കെ ഇപ്പോൾ തനിയാവർത്തനത്തിലൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡിസോർഡർ ഉണ്ട്, ഒരു വ്യക്തി രണ്ട് സ്വഭാവത്തിൽ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ ബൈപ്പോളാർ പോലെയുള്ളത് വളരെ കോമൺലി ഇപ്പം ആൾക്കാർ ഒത്തിരി, അതായത് ഇൻ നമ്പർ ആൾക്കാർ ഡിസ്കസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പലതരത്തിലും അതായത് നമുക്കൊരു ക്യാരക്ടർ ബിഹേവിയറൽ ഡിഫറൻസ് ഫീൽ ചെയ്യുമ്പം എനിക്ക് ചില സമയത്ത് എൻ്റെ കൺട്രോളിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എനിക്ക് ബൈപ്പോളർ ആണോ എന്ന് നമ്മൾ സ്വയം സസ്പീഷ്യസ് ആവുന്ന ഒരു തരത്തിലേക്കുള്ള അത്രയും ഇൻഫർമേഷൻ ഓവർലോഡ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഇപ്പം സോഷ്യൽ മീഡിയയിലായാലും ഒക്കെ പോകുന്നുണ്ട്. അപ്പം അതിനെ പറ്റി ഒരു കൃത്യമായൊരു ക്ലാരിറ്റി, ഈ ബൈപ്പോളാർ അല്ലെങ്കിൽ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ഒന്ന് ഡോക്ടർക്ക് പറയാമോ? ബൈപ്പോളാർ ഡിസോർഡർ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫർമേഷൻ ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലേറ്റസ്റ്റ് റിസർച്ചിലും ഇന്ത്യയിലെ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് 70% എന്ന് പറഞ്ഞാൽ 10 പേരിൽ 7 പേർക്ക് ചികിത്സ കിട്ടുന്നില്ല, അവർ ഹോസ്പിറ്റലിൽ എത്തുന്നില്ല. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അത് ഇപ്പോഴും സമൂഹത്തിൽ ആൾക്കാർ അണ്ടർ ഡയഗ്നോസ്ഡ് ആയിട്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. അവൻ ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ അവൻ ചില സമയത്ത് മൂടിയായിട്ടിരിക്കുന്ന ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഈ എല്ലാ ബൈപ്പോളാർ ഡിസോർഡറും ഒരുപോലെയല്ല. ചില തീവ്രമായിട്ടുള്ള സംഗതികൾ മാത്രമാണ് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ ഇത് കുഴപ്പമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നത്, അത് ഒരു ഭാഗം മാത്രമാണ്. ബൈപ്പോളാർ ഡിസോർഡറുകൾ പലതരത്തിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇയാൾ ദേഷ്യക്കാരനാണ്, ഇത് ഇയാളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യണ്ട എന്നുള്ളതും കൂടിയുണ്ട്. ഈ സ്വഭാവം തന്നെയും അതുകൊണ്ടും അവനവനും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അവനവനോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചികിത്സിക്കേണ്ടതാണ്. ഇതിന് ഇന്ന പേര് കൊടുക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ വലിയ രീതിയിൽ അതാണ് നമ്മൾ ഒരു യൂട്ടിലിറ്റേറിയൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി വലിയ രീതിയിൽ നമ്മൾ ബോധേഡാവാണ്ടിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും നമ്മൾ ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ ഫിസിഷ്യൻ്റെ അടുത്ത് ചോദിക്കുന്ന പറഞ്ഞാൽ എൻ്റെ ഡയഗ്നോസ് എന്താണ്, എനിക്ക് എന്താണ് അസുഖം എന്നുള്ളത് ചോദിക്കുന്നത് പലപ്പോഴും
ഇന്ന അസുഖമാണ്. ഇപ്പോൾ ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ഒരാൾ, സോഫ്റ്റ് ബൈപ്പോളാർ എന്ന് പറഞ്ഞിട്ടൊരു ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട്. അതായത് അധികവും ഡിപ്രഷനും ചില സമയത്തൊരു കുറച്ചൊരു ഹൈപ്പോമാനിക് ആ ഒരു ഇതിലേക്ക് നിൽക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് നമ്മൾ പറയുകയാണ് താങ്കൾക്ക് ബൈപ്പോളാർ ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഈ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കാണുന്ന ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് അവർ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഈ മാഡ് ക്രേസി എന്നൊക്കെ പറഞ്ഞ് പിക്ചറൈസ് ചെയ്യുന്ന ആ ഒരു പിക്ചറിലാണ്. അപ്പോൾ ഇതാണോ ഞാൻ എന്നുള്ള നിലയ്ക്ക് ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഡയഗ്നോസ്റ്റ് തന്നെ ആ വാക്കിൻ്റെ പ്രശ്നം പലപ്പോഴും ഇതിൽ വരും. ഇപ്പോൾ ഈ സ്കിസോഫ്രീനിയയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്കിസോഫ്രീനിയ ഉണ്ട്, വളരെ തീവ്രമായ രീതിയിൽ പ്രോഗ്നോസ് വളരെ മോശമായിട്ടുള്ള സ്കിസോഫ്രീനിയ ഉണ്ട്. നമ്മൾ ആളുടെ അടുത്ത് ഈ വാക്ക് പറയുന്ന സമയത്ത് ആ വാക്കേ കിട്ടൂ. ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന പോലെ അല്ല സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ട്യൂബർകുലോസിസ് ഉള്ള ആളുടെ തീർച്ചയായിട്ടും ആ ബാക്ടീരിയ അയാളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. സ്കിസോഫ്രീനിയയിൽ അങ്ങനെയല്ല. അതിന് കണക്കായിട്ടുള്ള ഒരു ന്യൂറോ കെമിക്കൽ അബ്നോർമാലിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. അത് എത്രത്തോളം ബാലൻസ്, ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് ഏത് തോതിലാണെന്ന് പോലും നമുക്ക് പൂർണ്ണമായ റിസർച്ച് അവൈലബിൾ അല്ല. പക്ഷെ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ചികിത്സയിൽ. ആൾക്കാരുടെ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്താണ്, ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടണം ദീർഘനാളത്തേക്ക്. നമ്മൾ മനുഷ്യൻ എത്ര കാലം ജീവിക്കും? അത് ശരിയാണ്. അപ്പം അത് ഈ പറയുന്ന പോലെ ഇപ്പം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ പൊതുവേ അതുള്ള ആൾക്കാരേക്കാൾ ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഉള്ള ആൾക്കാരെക്കാൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് നമ്മളത് അതിന് ചുറ്റും അവരുടെ ചുറ്റും ജീവിക്കുന്ന ആൾക്കാരിൽ, ഇത് പ്രത്യേകിച്ച് മാരീഡ് റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോഴാണ് കൂടുതലും പലപ്പോഴും ആൾക്കാർ എക്സ്പോസ്ഡ് ആവുന്നതും. മോസ്റ്റ് കേസസിൽ അതായത് ആ ഒരു പീക്ക് ഏജിലാണ്, ഒരു യൂത്ത് കാലഘട്ടത്തിലൊക്കെയാണ് ഇത് കൂടുതലും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതെന്നും പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുമ്പോൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെക്കാൾ ആദ്യം ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്നൊരു ഡോക്ടർ അതിൻ്റെ ഒരു ടെക്നിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിപ്പെടുക പൊതുവെ വിക്ടിംസ് ആണ് എന്നുള്ളതാണ്. കാരണം അവർ കുറച്ചും കൂടെ ലോജിക്കലി മേ ബി അതിനെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അത്തരത്തിലുള്ള കേസുകൾ ഇപ്പം സാറിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് പൊതുവേ ട്രീറ്റ്മെൻറ്റിന് വരിക എന്ന് പറഞ്ഞൊരു വിമുഖതയുള്ള കാര്യമാണ്. അതെനിക്കെന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നതിനെ അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ ഒരു വിമുഖത എന്ന് പറയുന്നത്, അതിനെ നമുക്ക് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന പ്രതിഭാസം തീർച്ചയായിട്ടും അത് ഉള്ളത് തന്നെയാണ്. അതൊരു ഒരു റിയാലിറ്റിയാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഈ കുറച്ച് ഗുരുതരമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾ അവർ സ്വമേധയാ ചികിത്സയ്ക്ക് അങ്ങനെ വരില്ല. വിക്ടിംസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് നമ്മുടെ ഇതായിട്ട് വരും. അപ്പോൾ അവർ സ്വമേധയാ ഒരാൾ ചികിത്സയ്ക്ക് വരണമെങ്കിൽ എന്താണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇന്ന പ്രയാസമുണ്ട് എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ഒരാൾ ചികിത്സ എടുക്കുന്നുണ്ട് എന്നുള്ളത് അയാളുടെ അസുഖത്തിൻ്റെ തീവ്രതയുടെ ഒരു ഇൻഡിക്കേറ്റർ അല്ല. ബുദ്ധിമുട്ടുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് അർത്ഥമുള്ളൂ. അപ്പോൾ ഒരാൾ ചികിത്സ എടുക്കുന്ന ഒരാൾ ഏത് അസുഖമുള്ളായിക്കോട്ടെ, അയാൾ ചികിത്സ എടുക്കാത്ത ഒരാളെക്കാളും എന്തുകൊണ്ടും മേലെയാണ്. അയാളുടെ അവസ്ഥ, അയാൾക്ക് മെച്ചപ്പെടാനുള്ള സാധ്യത അതൊക്കെ കൂടുതലാണ്. പക്ഷേ എഗെയിൻ ഈ ഒരു ഫാമിലിയിലാവുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമുള്ള ഒരാൾ അപ്പുറത്ത് അതേപോലെ നിൽക്കുകയും ഇയാൾ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന വിക്ടിമിനെ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്, അവർക്ക് അത് സഹിക്കാനുള്ള ശേഷി നമുക്ക് പരമാവധി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. ഈ പ്രോബ്ലം അവിടെ തന്നെ നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ അതിനൊരു സോഷ്യൽ ക്യൂർ ആണ് വേണ്ടത്. ഇയാളെ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. നമ്മൾ അങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴും ഇപ്പം ഒരാളുടെ ഫാമിലിയിൽ ബീയിങ് ഒരു വെരി ഫസ്റ്റ് റിലേറ്റീവ്, ആസ് ഇൻ അത് മേ ബി ഫാദർ ആവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, ഇങ്ങനെയുള്ളതൊക്കെ കേസസിൽ വരുമ്പോഴത്തേക്കും വൺസ് എ പേഴ്സൺ ഐഡൻറ്റിഫൈ ഐ എം ബീയിങ് അബ്യൂസ്ഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്കുണ്ടാവുന്നു എന്നൊരു വ്യക്തി മനസ്സിലാവുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഒരു വിക്ടിമൈസ്ഡ് ആവുന്ന ആൾ ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് വരുന്നു എന്നുള്ളൊരു സാഹചര്യങ്ങൾ ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് അതിനകത്ത് വരാൻ സാധ്യതയില്ല. അതായത് വൺ പേഴ്സൺ ഇസ് കോംപ്രമൈസിങ് ഹിസ് മെൻറ്റൽ ഹെൽത്ത് ടു ടേക്ക് കെയർ ഓഫ് അനദർ എന്ന് പറയുന്നതിൻ്റെ, അപ്പോൾ അതിൻ്റെ വളരെ വിശാലമായ ഫിലോസഫിയിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കത് വർക്കൗട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴും ഒത്തിരി ആൾക്കാർ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ട്രോമ ബോണ്ടിങ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് ഇങ്ങനെയുള്ള സാഹചര്യം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പം ഡോക്ടർ അടുത്ത് ഒബ്വിയസ്ലി അങ്ങനത്തെ കേസസ് വരുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഡോക്ടർ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കുക? അങ്ങനെയുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കുക?
ഒരു വ്യക്തിക്ക് സാധാരണ 3 തരം സപ്പോർട്ട് ഉണ്ടെന്നാണല്ലോ നമ്മൾ പറയുക. അതായത് പ്രൈമറി സപ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഫാമിലി, സെക്കൻഡറി സപ്പോർട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്, എക്സ്റ്റൻഡഡ് ഫാമിലി, അതിലൊക്കെ. ടെർഷ്യറി സപ്പോർട്ട് എന്ന് പറയുന്നത് സൊസൈറ്റി ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ ഞാൻ അബ്യൂസ്ഡ് ആവുകയാണ് ഒരു വ്യക്തിയാൽ എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കൊണ്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനത് സെക്കൻഡറി സപ്പോർട്ട് അത് തേടണം. അപ്പോൾ അത് ഈ പറഞ്ഞ വ്യക്തിയെ ഇതിൽ നിന്ന് ഞാൻ മുക്തനാവുക, അയാൾക്ക് ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അയാളത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ സെക്കൻഡറി ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം ഗവൺമെൻറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരാൾ ചികിത്സയ്ക്ക് തയ്യാറാവുന്നില്ല, അയാൾ അബ്യൂസീവാണ്. അബ്യൂസീവായിട്ടുള്ള ഒരാൾക്ക് ചികിത്സയിലേക്ക് എത്തിക്കേണ്ട ഇതെന്ന് പറയുന്നത് ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാൾ എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു അടി കേസായിട്ട് തന്നെ പോലീസ് കണ്ടാൽ മതി. പക്ഷേ ഇത് ഈ പറഞ്ഞ പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചികിത്സയ്ക്ക് എത്തിക്കാൻ പോലീസിന് സഹായിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഇതാണ് ആൾക്കാർക്ക് ഈ മെന്റൽ ഹോസ്പിറ്റൽ പോലെ തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് മടി. പക്ഷെ നമ്മൾ പലപ്പോഴും തെറാപ്പി റൂമിൽ അതിന് തന്നെ ആൾക്കാരെ എംപവർ ചെയ്യാറുണ്ട്. ഇത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് വാർഡ് മെമ്പറോട് പറയണം, പോലീസ് സ്റ്റേഷനിൽ പറയണം, വനിതാ സെല്ലിൽ ഇതായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെ പറയണം എന്നുള്ളത് തന്നെ പറയും. അത് തന്നെയുള്ളൂ മാർഗം. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതൊരു മനുഷ്യന് പറയാൻ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാക്യം എന്ന്, ഐ നീഡ് ഹെൽപ്പ് എന്ന് ഒച്ചത്തിൽ പറയാൻ പറ്റുക എന്നുള്ളതാണ് മനുഷ്യന് ഉണ്ടാവേണ്ട ഒരു അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും, ഇപ്പം ഈ ഡിപ്പെൻഡൻസിൻ്റെ കേസ് ആയാലും ഈ പ്രോബ്ലംസ് ആയിട്ട് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് വരിക എന്ന് പറയുന്നതൊക്കെ വരുമ്പോഴും ആൾക്കാർക്ക് എപ്പോഴും ഇത് വളരെ പ്രൈവറ്റ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നത്, മേ ബി ഈവൻ തെറപ്പിക്ക് പോകുന്നത് പോലും പേര് മാറ്റിയിട്ടും, അതായത് ഇപ്പം ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി, ഇപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, ഒരു സുഹൃത്തിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതിന് വേണ്ടി മാത്രം വേറെ പേരും ഇമെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് ആൾക്കാർ ഇന്ന പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ ആൾക്കാർ ഇതിൻ്റെ ഈ ഒരു സ്റ്റിഗ്മ, ബയാസ് ബ്രേക്ക് ചെയ്തു എന്ന് പറയുമ്പോഴും, ഈ ചെറുപ്പം മുതലേ ഇപ്പം നമ്മൾ പണ്ട് പറയുമല്ലോ, ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ് അവന് പ്രാന്താണ് എന്ന് പറയുന്ന, നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഭയങ്കര ഒരു വളരെ ബ്ലണ്ടായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ കുറച്ചും കൂടെ നമ്മുടെ ഒരു ഏർലി കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഇൻ്റർവെൻഷൻ പോസിബിൾ ആവുമെങ്കിൽ, അതായത് യൂത്തിലായാലും സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ഒക്കെ ഈ തരത്തിൽ ഇപ്പോൾ ഒത്തിരി ക്യാമ്പയിനുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ഒരു റിയൽ ആയിട്ട് ഇത് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്കിതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ടോ ബയോളജിക്കലി? എനിക്ക് ഇന്ന പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രോബ്ലമാറ്റിക് ആണ് എന്നുള്ളത്. സെൽഫ് ഡയഗ്നോസിസ് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് എഗെയിൻ ഡയഗ്നോസിസ് മാത്രമല്ല, ഇതിലൊരു ലേബലിംഗ് കൂടെ വരികയാണ്, ഞാൻ ഇന്ന ആളാണ് എന്നുള്ളത്. അത് ഒരിക്കലും നമ്മൾ ഈ ആപ്പ് വെച്ചിട്ടോ സ്ക്രീനിങ് ടൂൾ വെച്ചിട്ടോ അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് വേറെ ഏതൊരു അസുഖവും പോലെ കണ്ടാൽ മതി. അതായത് എനിക്ക് പനിയുണ്ടോ എന്ന് ഞാൻ നോക്കേണ്ടതല്ല. അതായത് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ തൊട്ടടുത്തുണ്ടല്ലോ, അവിടെ പോവുക, അവർ പറയുന്ന ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ പല ഇതിലും ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് പല ആൾക്കാരും സ്വന്തമായി പോയി ചെയ്തു നോക്കാറുണ്ട്. അത് സ്വന്തമായി 1200 റുപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് ഡോക്ടറെ അടുത്ത് പോവുക, അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് സമയവും സേവ് ചെയ്യും, റിസോഴ്സസും സേവ് ചെയ്യും. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പൊതുവേ മനുഷ്യർക്കുള്ളൊരു ടെൻഡൻസിയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു സെൽഫ് ഡയഗ്നോസ് ചെയ്ത് അതിപ്പോൾ ഏത് അസുഖം വന്നാലും ഗൂഗിൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആദ്യം കണ്ടുപിടിച്ചിട്ട് ഡോക്ടറെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മോർ കോംപ്ലിക്കേറ്റഡ് ആവുന്നുള്ളൂ. ഓക്കെ, അതുപോലെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹീലിംഗ് അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പം ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ പലതരത്തിലുള്ള എറോമ തെറപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെൽഫ് ഹീലിംഗ് വർക്ക്ഷോപ്പുകൾ, ഷോർട്ട് ടേം, ഇങ്ങനത്തെ ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം അതിലെനിക്കൊരു ഒരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മളടുത്ത് എപ്പോഴും ആൾക്കാർ അഡ്വക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം,
നമ്മൾ നമ്മളെ സ്നേഹിക്കുക, സെൽഫ് ലവ് ഉണ്ടാവുക, സെൽഫ് എസ്റ്റീം കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ ഒരാളുടെ മെൻ്റൽ വെൽബീയിങ് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആ കാര്യങ്ങൾ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല. ഒരുപാട് സ്ട്രെസ് ഫോമിങ് കാര്യങ്ങൾ. കാരണം സ്ട്രെസ് ആണല്ലോ നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യുന്ന ഒരു ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ്, സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്നിടത്ത് സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു നാർസിസിസ്റ്റിക് ട്രെയ്റ്റും ഈ സെൽഫ് ലവും സെൽഫ് എസ്റ്റീമും തമ്മിലുള്ള ഒരു 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 വളരെ നേർത്ത ഒരു ഒരു ലൈനല്ലേ ഉള്ളത്. അത് ഡോക്ടർ എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്? അത് നാർസിസം കുറച്ചുകൂടെ കടന്ന സംഭവമാണ്. ഉം. സാധാരണ നമുക്കെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, പ്രസൻറ്റബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, ഉം, ഉം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നു. കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടതാണ് ഓർഡർ ചെയ്ത് അതെ, കഴിക്കുന്നത്. അതെ. ഇത് ഒക്കെ തന്നെയാണ് നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത്. ആഹാ. നാർസിസം അങ്ങനെയല്ല. ഉം, ഉം, ഉം. നാർസിസം എനിക്ക് എന്നോട് ഭയങ്കരമായ സ്നേഹവും ആരാധനയാണ്. ഉം. ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി. മറ്റുള്ളവരൊക്കെ അതായത് ഞാൻ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റുള്ളവർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്കാണ് അവരുടെ ഇത് പോവുക. ഉം, ഉം, അവരുടെ കൊളാബറേഷനും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അതായത് ഞാനൊരു ലെവലിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് ആ ഇതുണ്ടെന്ന് ആൾക്കാരുമായിട്ട് മാത്രമാണ് എൻ്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ അതൊരു വേറെ തന്നെ എൻറ്റിറ്റിയാണ്. ഉം, ഉം, ഈ സെൽഫ് ലവ് കൊണ്ട് അത് നമുക്ക് ഡാമേജ് ഉണ്ടാവില്ല. ഉം, നമ്മുടെ ലൈഫ് ഇത് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. നാർസിസം അങ്ങനെയല്ല. ഉം, ഉം. മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇയാളുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആൾക്കാരും അകന്നു പോവുകയുള്ളൂ. അതെ, അതെ, അതെ. ഇയാൾക്കും ഓക്കെ. അൾട്ടിമേറ്റ്ലി ഇയാൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, വളരെ മെസ്സി ആയിരിക്കും എന്ന് പറയുന്നത്. വെച്ചാൽ അപ്പം നമ്മുടെ ഈ പറയുന്ന പോലെ വെൻ ഇറ്റ് കംസ് ടു മേ ബി പ്രൊഫഷണലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കിൽ സെറ്റുകളും ഈ പറയുന്ന നമ്മുടെ ട്രെയ്റ്റുകളും തമ്മിലുള്ള ഒരു അലൈൻമെൻറ്റ് ഉണ്ട്. നല്ല ഒട്ടും ഡിസിപ്ലിൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ ചില സമയത്ത് പറയുന്നുണ്ട് ഭയങ്കര മോശം, ഭയങ്കര ലെജൻസിനൊക്കെ ഭയങ്കര മോശം ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. ഞാൻ വളരെ നടനായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമ്മളിപ്പം വെൻ ലുക്കിംഗ് ബാക്ക് ടു ലൈക്ക് സം ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ലൈക്ക് ഇപ്പോൾ വിൻസെൻ്റ് വാൻ ഗോഗിനെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പല സിംഗേഴ്സുകൾ, ആക്ടർമാർ ഇവരൊക്കെ ഒരു പോയിന്റിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ബൈപ്പോളർ ആണെന്നോ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതും ഇപ്പം ഭയങ്കര കോമൺ ആണ്. സോ അങ്ങനെ ചെയ്യുമ്പം ഇത് വീണ്ടും അണ്ടർലൈൻഡ് ആവുകയാണ്. അതായത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ ഇത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണെന്നുള്ളത്. സോ അതിനെങ്ങനെയാണ് ഡോക്ടർ ഒബ്സർവ് ചെയ്യുന്നത്? ഒരു സ്റ്റഡീസ് ഇതിനെപ്പറ്റി കാര്യമായി നടന്നിട്ടുണ്ട്. അതായത് ക്രിയേറ്റിവിറ്റിയും മെൻ്റൽ ഇൽനെസ്സും തമ്മിലുള്ള ബന്ധം എന്താണ്. പൊതുവെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ ആർട്ടിസ്റ്റിക് ഈ പെയിൻറ്റേഴ്സ്, ശില്പികൾ, ഇവർക്കൊക്കെ പൊതുവെ നോക്കുമ്പോൾ മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഇത് കുറച്ച് കൂടിയതായിട്ട് ചില പഠനങ്ങളിൽ പറയുന്നുണ്ട്. അതിൻ്റെ തന്നെ ഇൻ്റർപ്രിട്ടേഷനായിട്ട് പറയുന്നത് അതായത് ഒരു ആസ്പെക്റ്റിൻ്റെ 2 വശങ്ങളാണോ ഈ ഇൽനെസ്സും ക്രിയേറ്റിവിറ്റിയും എന്നുള്ളതാണ്. അതായത് ക്രിയേറ്റിവിറ്റി നമ്മുടെ ഡിസൈർഡ് എഫക്റ്റാണ്, ഓക്കെ. മറ്റത് അൺഡിസൈർഡ് എഫക്റ്റാണ് എന്നുള്ള രീതിയിൽ പറയാം. ഇത് തന്നെ പേഴ്സണാലിറ്റിയിലും പറയും. അതായത് നമ്മൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി, വളരെ ഇതായിട്ടുള്ള അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഇതേ പേഴ്സണാലിറ്റി കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. സമയകൃത്യത പാലിക്കുന്ന അതിൽ നിർബന്ധമുള്ള ഒരാൾ ഒരു സമയത്ത് കൃത്യസമയത്തിനുള്ള ആ സമയത്ത് 9 മണിക്ക് എത്തേണ്ടത് ഇയാൾ 8:55 തന്നെ എത്തണം നിർബന്ധമുള്ള ആളാണ്. ഇയാൾക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ എത്തുന്നത് കൊണ്ടുള്ള ആ സക്സസ് അയാൾക്ക് ഉണ്ടാവും. എത്താൻ പറ്റാതിരിക്കുന്ന സമയത്തുള്ള ഡിസ്കംഫർട്ട്, എത്തുമോ എന്നുള്ള ചിന്ത, ഇയാളുടെ മുഴുവൻ സമയത്തുള്ള ചിന്തയും ഇത് തന്നെയായിരിക്കും. ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ്. ഈ പ്രൊഫഷണൽ സക്സസ് അതിൻ്റെ എഫക്റ്റ് ആണ്. പക്ഷെ ആ എഫക്റ്റ് കൊണ്ടുള്ള അത് അനുഭവിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. അയാൾ എപ്പോഴും എഡ്ജിലായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുന്ന ഇപ്പോൾ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം പോലെയുള്ളതിലേക്കൊക്കെ വരുന്നു. ഇപ്പം റീസെൻ്റ്ലി ലോൺ മസ്ക് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടിസ്റ്റിക് ആണ് എന്നുള്ളത്, ഈ സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട് എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്കും ഒരു 40 hours ഒക്കെ ഡീപ്പ് വർക്ക് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത്രയും സ്ട്രെച്ച് ചെയ്ത് ഡീപ്പ് വർക്ക് ഒക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തൊരു ഐക്കോണിക് ആയിട്ട് ഒരു സിഗ്നേച്ചർ സക്സസ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ഒരു വളരെ പ്രോപ്പർ സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ആൾക്ക് ഒരു ഹൈ എൻഡ് പ്രൊഡക്ടിവിറ്റി സെയിം ടൈം ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണോ പറയുന്നത്? ഈ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിൽ ഡിസ്ഫങ്ഷൻ വളരെ കൂടുതലുള്ള ഭാഗങ്ങൾ, അത് നമ്മൾ സാധാരണഗതി നമ്മൾ കാണുന്ന ക്ലിനിക്കിൽ കാണുന്ന ഓട്ടിസം, അത് ഡിസ്ഫങ്ഷൻ അത്രയും ഇതായിട്ടുള്ളത്. വേറെ ഓട്ടിസത്തിൻ്റെ പ്രൈമറി ഒരു കോർ ആസ്പെക്റ്റ് ആണ് അവർക്ക് ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള
അത് കഴിവ് എന്നും പറയാം. അങ്ങനെ അവർക്ക് സാധിക്കുള്ളൂ. അതൊരു ഡിസബിലിറ്റി ആയിട്ടും വരാം. ഓക്കെ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ മാത്രം ഒരാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് ഉം. ജീനിയസ് ആണ്. ഓക്കെ. ആ ആഹാ. ഇതിൽ ഈ ആഹാ. ഒരു പാട്ടുകാരന് ഇത് ഉം. ഒരു റിയാലിറ്റി ഷോയിലൊക്കെ ആഹാ. ഒരു 2-3 പാട്ടുകാരൊക്കെ ഈ ആ. സമയത്ത് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ അതിനുള്ള അവസരം ഉള്ളതുകൊണ്ട് അവരൊക്കെ മുന്നോട്ട് കയറി വരുന്നു. പക്ഷെ അതിൻ്റെ ആ മറ്റ് ഭാഗങ്ങളിലേക്ക് അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഈ ഉം. ഉം. പാട്ടുകാരിൽ തന്നെ ചിലർ ഈ സാധാരണ പാട്ടുകാർ കഴിയുമ്പോൾ അവർ ഈ കയ്യടിയാണല്ലോ അവരെ ഉം. 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 ഉത്തേജിപ്പിക്കുന്നത്. ഉം. 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 ഇവർക്ക് അതായിരിക്കില്ല. ഓക്കെ. ഇവർക്ക് ആ ഭാഗം മാത്രം. മനസ്സിലായി. അതായത് ആ പാട്ട് എന്നുള്ള ആ ഭാഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രചോദനം. ആ ഫോക്കസ്, ആ ഡീപ്പ് ഫോക്കസ് അതെ. എന്ന് അത് പറയുന്നത് ജീനിയസ് ആണ്. ജീനിയസ് ആണ്. ഇതിന്റെ തന്നെ ഒരു അതർ സൈഡ് ഉണ്ട്. അതായത് നമ്മൾ ഈ ജാക്ക് ഓഫ് ഓൾ മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയുന്ന ഇയാൾ ഭയങ്കര മൾട്ടി ഫേസ്ഡ് ആണ്, മൾട്ടി ടാലന്റഡ് ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും പൊതുവെ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ ഉണ്ടാവുന്നത് കാണാറുണ്ട്. എവറി എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. ഇപ്പം നമ്മൾ MIT ഒക്കെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയും ട്രേറ്റുകളിൽ ഒരുപാട് വേരിയേഷൻസ് ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. അതും ഒരു എൻഡിൽ വരുമ്പോൾ പ്രോബ്ലമാറ്റിക് ആവുന്ന ഒരു സൂപ്പർ സ്കെയിൽ. ഇപ്പം എല്ലാത്തിലും ടു ഗുഡ് ആണെന്ന് പറയുന്നവർക്കാണ് എപ്പോഴും പൊതുവേ ഈ തരത്തിലുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് കണ്ടുവരുന്നതെന്ന് പറയുന്നത്. അങ്ങനെയുള്ളതും അപ്പോൾ ഈ പറയുന്ന ഒരു ഫോക്കസ്ഡ് ആവാതിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരുന്നതിന് എന്താണ് ചെയ്യാൻ പറ്റുക അവർക്ക്? അവർക്ക് സാധാരണഗതിയിൽ ഒരുവിധം നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊണ്ട് പലതും സാധിക്കും. ഓക്കെ. അപ്പോൾ എന്തിലാണ് നമ്മൾ ട്രെയിൻഡ് ആയിട്ടിരിക്കുന്നത്, എന്തിലാണ് നമ്മുടെ ഇൻട്രസ്റ്റ് മാത്രം പോരല്ലോ. അതായത് അതിൻ്റെ ആ ഫീൽഡും കൂടെ വേണം. ഓക്കെ. ഒരാൾക്ക് ഒരു ഇതിൽ ഒരു പ്രത്യേക കലാരൂപത്തിൽ താല്പര്യമുണ്ട്, അതിൽ കഴിവുണ്ട്. പക്ഷെ ആ കലാരൂപം തീരെ പോപ്പുലർ അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് അതൊന്നും കിട്ടുന്നില്ല. ഓക്കെ. അവൻ ഞാൻ പറയണത് ഇപ്പം നമ്മൾ ഒരുപാട് ഈ ചെറിയ കുട്ടികൾക്ക് തന്നെ സ്കൂൾ തലത്തിലൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സുലഭമായിട്ട് ആൾക്കാർ ഇത് ചെയ്യും, അത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആധികാരികത എത്രമാത്രം? ഈ ഒരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അതിനൊരു കരിയർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ഏതൊരു പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവുക? ആ വിഷയത്തിനെ പറ്റി എനിക്ക് കാര്യമായ ധാരണയില്ല. ഓക്കെ. ഇപ്പോൾ ഏത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ. എന്നുള്ളതിനെ പറ്റി. കാരണം ഈ ആപ്റ്റിറ്റ്യൂഡ് അത് ഔട്ട് ഓഫ് ദിസ് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നത് വാലിഡ് ആണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ആക്ച്വലി. ഇൻ്റലിജൻസ് ടെസ്റ്റ് IQ ടെസ്റ്റാണ് സാധാരണഗതിയിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന IQ ടെസ്റ്റാണ്. വാലിഡ് ആയിട്ടുള്ള IQ ടെസ്റ്റ്. ടെസ്റ്റ്. പൊതുവേ നമ്മൾ IQ ടെസ്റ്റ് ചെയ്യുക ഒരു കുട്ടിയുടെ പെർഫോമൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ്. അപ്പോൾ അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. വെച്ചാൽ ആ കുട്ടിക്ക് എങ്ങനെ എക്സംഷൻ കൊടുക്കണം, സ്പെഷ്യൽ കെയർ വേണം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ ഈവൻ കുറച്ചുകൂടെ തീരെ കുറഞ്ഞ ഇതാണെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട്, ഫിനാൻഷ്യൽ എയ്ഡ് വേണം എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് IQ ടെസ്റ്റ് ഇതായിട്ട് കൊടുക്കുക. നമ്മുടെ കേരളത്തിൽ ഈ ഇത്രയും ഡേറ്റ പറയുമ്പോൾ ആത്മഹത്യാ നിരക്കിൽ വൻ വർധനയുണ്ട്. ഇത്രയൊക്കെ നമ്മൾ അവയർനെസ്സിലേക്ക് കുറച്ചും കൂടി ഇത് ജനറലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ആത്മഹത്യാ നിരക്ക് കൂടുന്നുണ്ട്. അപ്പം ഈ ട്രീറ്റ്മെൻറ്റുകളെ പറ്റിയിട്ട് പറയുമ്പം ഈ തരത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളെ പറ്റിയിട്ടൊക്കെയുള്ളൊരു സ്റ്റിഗ്മ ഇതൊക്കെ ഇപ്പോഴും ഏത് തരത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഡോക്ടറുടെ ഒരു ഇൻസൈറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യാമോ? സൂയിസൈഡ് റേറ്റ് പൊതുവേ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് കൂടുതൽ തന്നെയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടിംഗ് ആണ്. ഏത് അൺനാച്ചുറൽ ഡെത്തും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ സൂയിസൈഡ് റേറ്റ് കൂടുതലായിട്ടാണ്. പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്താലും കേരളത്തിലേത് ആ ഗ്യാപ്പ് കുറയുന്നേ ഉള്ളൂ. കേരളത്തിൽ കൂടുതൽ തന്നെയാണ്. അതിന് പല പല കാരണങ്ങൾ പോസിബിലിറ്റി. ഒന്നും മിഡിൽ ക്ലാസ് കൈൻഡ് ഓഫ് സൊസൈറ്റിയാണ്. അധികം സൂയിസൈഡ് റേറ്റ് അധികം ലോവർ മിഡിൽ ക്ലാസ്സിലാണ് നമ്മൾ ഇതായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഉള്ളത് ഹൈ റേറ്റ് ഓഫ് സബ്സ്റ്റൻസ്. സാധാരണഗതിയിലുള്ള സബ്സ്റ്റൻസസിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണ്. ഈ ആൽക്കഹോൾ യൂസ് മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അത് കൂടെ വരുന്ന സമയത്ത് ഇതിൻ്റെ പിന്നെ ഒരു സ്ഥലത്ത് സൂയിസൈഡ് ഉണ്ടെങ്കിൽ അതിനൊരു കോപ്പി കാറ്റ് എഫക്റ്റ് ഉണ്ട്, ഒരു മോഡലുണ്ട്. ഇപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു, അയാൾക്ക് കിട്ടുന്ന അറ്റൻഷൻ, അയാൾക്ക് കിട്ടുന്ന സിമ്പത്തി കാണുന്ന സമയത്ത് ഇതേ ക്രൈസിലുള്ള ഒരാൾക്ക് തോന്നുക സ്വാഭാവികമായിട്ടും ഞാനും സൂയിസൈഡ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യം പറഞ്ഞു. ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വളരെയധികം വളരെ ഹൈലി മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ഈ സിനിമയിലൊക്കെ കണ്ട് വെച്ചാൽ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ടാണ് എല്ലാത്തിലും ഇതായിട്ടുള്ളത്. അതൊരു ക്രൂരതയായിട്ടും കൂടെ, അതായത് ഇയാൾക്ക് ഷോക്ക് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ക്രൂരതയായിട്ടുള്ള ഇതാണ്. പക്ഷേ ആക്ച്വലി യഥാർത്ഥ ജീവിതത്തിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സൂയിസൈഡൽ ടെൻഡൻസിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. എത്രയോ ജീവിതങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ജീവൻ, ക്വാളിറ്റി ലൈഫ്
അതുകൊണ്ട് ഇതായിട്ട് പൂർണ്ണമായിട്ടും സൂയിസൈഡൽ ടെൻഡൻസി മാറ്റാനുള്ള ഓക്കെ. ഇത് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് കിട്ടിയിട്ടുണ്ട് പലർക്കും. അപ്പോൾ പരമാവധി ഇപ്പോൾ മെഡിസിനേക്കാളും ഏറ്റവും സേഫ് എല്ലാ ഇതിനെ വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും എന്തിൻ്റെ ഇതിലാണെങ്കിലും വളരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ ഈ മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യ കേന്ദ്രങ്ങളെ എപ്പോഴും പിക്ചറൈസ് ചെയ്യുന്നത് സെല്ലുകൾ ഒറ്റക്ക് റൂമിൽ കൊണ്ടുപോയിടുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കുറേ അങ്ങനത്തെ ഒരു തമാശ രൂപത്തിലൊക്കെ പലപ്പോഴും ഇത് കാണിക്കാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി അടച്ചിടണം എന്നൊക്കെ പറയുന്ന ഒരു ബാസ് അതിനകത്ത് കൂടെ കൺവേ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മാനസികാരോഗ്യ ആശുപത്രികൾ, കിടത്തി ചികിത്സാ കേന്ദ്രങ്ങളുടെ ഒരു ഘടനയും അതിൻ്റെ ഒരു ഇൻസൈറ്റ് എന്താണ്? സാധാരണ ജനറൽ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ പല സ്ഥലത്തും സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ അഡ്മിഷനും ഉണ്ടാവും. ഇപ്പൊ സാധാരണ ഒരു വാർഡിൽ കുറച്ച് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് കാര്യങ്ങളുണ്ടാവും എന്നുള്ളതല്ലാതെ മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഒരാൾ വളരെയധികം അക്രമാസക്തനാവുന്നുണ്ടെങ്കിൽ അയാളെ റിസ്ട്രെയിൻ ചെയ്യാനുള്ള, അയാളെ ബന്ധനസ്ഥനാക്കാനുള്ള വളരെ സേഫ് ആയിട്ടുള്ള ചില മെത്തേഡുകൾ ഉണ്ടാവും. അത് ICU ഉണ്ട്. അവിടെയും ആളുകൾക്ക് ഈ പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാവാമല്ലോ. ഒരാളുടെ ഒരു മാനസികാരോഗ്യ വാർഡിൽ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ സേഫ്റ്റി എന്നുള്ളതാണ്. സേഫ്റ്റി ഫസ്റ്റ്, അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരാൾ അവനവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിലും നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്, അഡ്മിറ്റ് ചെയ്യുന്നത് പലപ്പോഴും സേഫ്റ്റി ആണ്. അപ്പം ഒരുപാട് സന്തോഷം ഡോക്ടർ. ഒരുപാട് ഒരു ചുരുങ്ങിയ സമയത്ത് ഒരുപാട് ഇൻസൈറ്റുകളാണ്. കാരണം സമൂഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് നെക്സ്റ്റ് ഡയലോഗ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഏതൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോഴും അതിനകത്ത് മാനസികാരോഗ്യം ഒരു ടോപ്പിക്കാണ്. അത് നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ പറ്റി സംസാരിച്ചാലും ക്രിയേറ്റീവ് എക്കണോമിയെ പറ്റി സംസാരിച്ചാലും ആരോഗ്യമന്ത്രിയായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴും എല്ലായിടത്തും നമ്മൾ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലായിടത്തും മനുഷ്യൻ സമാധാനമായിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടറിന് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തൊരു വേർഡ് ഉണ്ടായിരുന്നു, അതായത് വെൽബീയിങ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ മിഷനാണ്. അപ്പം ഡോക്ടറെ പോലുള്ള ഒരുപാട് മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. വളരെ സട്ടിലായി നമുക്ക് ഒരാളടുത്ത് പോയി സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐ നീഡ് എ ഹെൽപ്പ് എന്ന് ലൗഡറായിട്ട് വിളിച്ച് പറയാൻ സമൂഹത്തിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഡോക്ടറെ പോലെയുള്ള മനുഷ്യരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കൂടെ ഒരുപാട് പല മേഖല, അതിൻ്റെ പല ഡീപ്പർ ഡയമെൻഷനിലേക്കുള്ള ഒത്തിരി ഇൻസൈറ്റ്സ് ഈ ഒരു ചർച്ചയിൽ കൂടെ സമൂഹത്തിലേക്ക് നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.